നമസ്കാരം. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ? ഇത് ആ പട്ടി യജമാനെ കൊന്നാലോ എന്തായിരിക്കും അവസ്ഥ? ലക്ഷക്കണക്കിന് രൂപ ഒരു പ്രസ്ഥാനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ പൈസ ആവശ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ തിരിച്ചു നൽകാതെ അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ മേലാളന്മാരും അവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. ഇത് നടന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലാണ്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഈ സൊസൈറ്റിയിലാണ് അദ്ദേഹം ഏകദേശം 1 കോടി രൂപയോളം നിക്ഷേപിച്ചത്. അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ വിശ്വസ്തയുടെ പുറത്താണ് അദ്ദേഹം ആ പൈസ അവിടെ നിക്ഷേപിക്കാൻ കാരണമായത്. പല ആവശ്യങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിനും അമ്മയുടെ ചികിത്സയ്ക്കും അങ്ങനെ പല ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം പൈസകൾ തിരിച്ചു ചോദിച്ചു. ആ സമയത്തൊന്നും ഇവർ കൊടുക്കുന്നില്ല, കറക്റ്റ് ഏതാ സമയത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് അദ്ദേഹം കരഞ്ഞ് കാല് പിടിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല. എന്താ പറയുക, ഒരു പട്ടിയുടെ വില പോലും അദ്ദേഹം അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തിന് നൽകിയില്ല. ഈ നിക്ഷേപകൻ സാബുവിൻ്റെയും മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന VR സജിയുടെയും വോയിസ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അകത്ത് VR സജി പറയുന്നൊരു കാര്യമാണ്, നിനക്ക് പണി അറിയത്തില്ല, നിനക്ക് പണി അതുകൊണ്ടാണ് നിനക്കിതെല്ലാം സംഭവിക്കുന്നത്, നിനക്ക് പണി അറിയത്തില്ല. CPMൻ്റെ ലക്ഷ്യം ജനങ്ങളെ പണി പഠിപ്പിക്കുകയാണോ? നിക്ഷേപകൻ സാബുവിന് നീതി ലഭിക്കുമോ? അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയിലോട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ജില്ലാ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്നത് മാത്രമേ അവർ പോലീസുകാരും അനുസരിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, ബാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ. സാവിച്ചേട്ടൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ പുറത്തു പോയി നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന പണം വാങ്ങിക്കൊണ്ടിട്ട് പല പ്രാവശ്യം നിന്നപ്പോഴും അങ്ങേരെ അവിടുത്തെ ജീവനക്കാരും പ്രസിഡന്റും അപമാനിക്കുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫിന് സുഖമില്ലാതെ ആശുപത്രി കിടന്ന അവസാന നാളിൽ പണത്തിന് ചെന്നപ്പോൾ പിടിച്ച് അവഹേളിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്ത ബാങ്ക് പ്രസിഡന്റിന് നേരെയും അവിടുത്തെ ജോലിക്കാർക്ക് നേരെയും കടുത്ത നടപടികൾ സ്വീകരിക്കുകയും അതുപോലെ ഇനി മേലാൽ ഇതുപോലെ ഒരാൾക്ക് സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ് കേരളത്തിൽ ആകപ്പാടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ മേഖലയിൽ സംഭവിച്ച പരിപാടിയിൽ ഇവിടെയും പാർട്ടി ഇനി ഒറ്റപ്പെടും, അതിന് യാതൊരു സംശയവും വേണ്ട. എനിക്ക് പറയാനുള്ളത്, പൈസ ചോദിച്ചാൽ നമ്മൾ എപ്പോഴാണേലും ബാങ്കുകാർ കൊടുക്കാൻ പറ്റും. അല്ലാതുകൊണ്ട് അതിന് പരിഹാരമായിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പൈസ എപ്പോഴാണെങ്കിലും കിട്ടണേ. ബാക്കിയുള്ളവർ അവരുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ ഭാവിയല്ലേ ഇപ്പോൾ തീർന്നേ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത് ശരിയായില്ലെന്നുള്ളത്. സൊസൈറ്റിപരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആൾക്കാർ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് സാബുവിന് ആദ്യമായിട്ട് സംഭവിച്ചു, അതുപോലെ ഇനി മറ്റുള്ളവർക്കും സംഭവിക്കാൻ വിലയില്ല. കട്ടപ്പനയിലെ പ്രമുഖനായ വ്യവസായി ശ്രീ സാബു മുളകാശ്ശേരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി നിക്ഷേപിക്കുകയും ആ സൊസൈറ്റി അധികൃതർ അദ്ദേഹത്തോട് കാണിച്ച ഭരണസമിതി ഉൾപ്പെടെ കാണിച്ച ആ തിക്താനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് അദ്ദേഹം നയിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത് സാധാ ഒരു സംഭവമായി മാറിപ്പോയത്. ആ ആത്മഹത്യക്കുറിപ്പ് ഞങ്ങളാണ് പുറത്തുവിട്ടത്. ആ ആത്മഹത്യക്കുറിപ്പ് ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ മരണം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇരമ്പലായി നിൽക്കുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. അന്വേഷണം തൃപ്തികരമാണ് എന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള പ്രതികൾ പോലീസിന്റെ മൂക്കിന് താഴെ ഈ കട്ടപ്പന ടൗണിലൂടെ വിഹരിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാതെ എന്ത് പ്രകസനം നടത്തിയിട്ട് എന്താണ് കാര്യം? അവരെ ആദ്യം അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പൊതുജനം ഇതിനൊരു നീതി ഉണ്ടായി എന്ന് വിശ്വസിക്കൂ. ഈ 10-80 ലക്ഷത്തോളം അയാൾ പ്രവാസിയായിട്ടുള്ള ആള് 80-90 ലക്ഷം രൂപ കിട്ടും. എത്രയോ വർഷം വിദേശത്ത് ഈ ഭാര്യയും മക്കളെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ്. ഈ സംഘത്തിലെ ഒരു ജീവനക്കാരിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഈ കുടുംബമായിട്ട്. വിദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയി ജീവനക്കാരും നേതാക്കന്മാരും കൂടെ പോയി അയാളെ സ്വാധീനിച്ചും ഒക്കെയാണ് സമ്മർദ്ദം ചെലുത്തി. ഈ വ്യക്തിബന്ധങ്ങൾ വഴിയാണ് ഓരോ ഫണ്ടും വരുന്നത്. അങ്ങനെ ഇട്ട് എത്രയോ പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്തത്. അവസാനം അദ്ദേഹം ഒരു വീട് വെക്കാനും സ്ഥലം മേടിക്കാനും ഒക്കെ ഈ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ
അത് ഉപ്പും തവിടുമായിട്ട് കൊടുത്തതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അങ്ങനെ സാധാരണ ശൈലി പറഞ്ഞു. അതുകൊണ്ട് അവർക്കൊരു പ്രയോജനം വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശുപത്രി കിടന്ന് യൂട്രസ് ഓപ്പറേഷനാണ്, തൊടുപുഴയാണ്. അദ്ദേഹം എന്തോ ഇൻഷുറൻസ് ഏണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികളുടെ എന്തോ കുഴപ്പം കൊണ്ട് ആ തുക കിട്ടാതെ വന്നു. അപ്പോൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഭാര്യയെ അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള മാനസികാവസ്ഥ അറിയില്ല. അദ്ദേഹം അതിനുവേണ്ടിയാണ് ഓടി ഇവിടെ വന്നത്. ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കൈമലത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി, മനസ്സിലായി. ബാക്കിയെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗത്യന്തരമില്ലാതെ വന്ന സന്ദർഭത്തിലാണ് ഭാര്യയെ പോലും ആശുപത്രിയിൽ നടക്കാൻ കഴിയാത്ത വന്നൊരു സാഹചര്യത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നിക്കാണും. നേരെ മറിച്ച് അദ്ദേഹം വന്നു കഴിഞ്ഞപ്പം എന്താ പ്രശ്നം, എന്താ ആശുപത്രിയിലാണോ, അപ്പോൾ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അല്ലേ, ഹോസ്പിറ്റലിൽ നടക്കാൻ ഞാൻ സംവിധാനം ഉണ്ടാക്കാമെന്ന് ഇതേ ബാങ്കിൻ്റെ നേതാക്കന്മാർ പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല അല്ലേ. അയാളോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം. പോലീസ് എന്താ ചെയ്തത്, കേസ് എടുത്തത് സ്വാഭാവിക മരണത്തിനുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇത്രയും സമ്മർദ്ദം വന്നു കഴിഞ്ഞപ്പോൾ 2-3 ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഒരു അന്വേഷണ ടീം വെച്ചെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കതിൽ വിശ്വാസമില്ല. കാരണം ഈ ആളുകളെല്ലാം CPM ഭരിക്കുമ്പോൾ പോലീസിന് യാതൊരു അധികാരവും ഇല്ല. അദ്ദേഹത്തെ ബാഹിക സ്ഥാപനത്തിലെ ജീവനക്കാർ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അഭിമാനിയായിരുന്ന ആളിന് അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനിടയിൽ അദ്ദേഹത്തെ പാർട്ടിയിലെ പ്രമുഖന്മാർ ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ദയനീയമായി അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊന്ന് പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നുണ്ട്. കേൾക്കാൻ തയ്യാറായപ്പോഴെന്നെ കൈകാര്യം ചെയ്യുന്ന ഭീഷണി, ആ ഭീഷണിയും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും കൊണ്ട് തകർന്ന ഒരു മനുഷ്യനാണ് സ്വയം ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. അതൊരു കൊലപാതകം തന്നെയാണ്. ഇതൊക്കെ സംഭവം ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന സാബുവിന്റെ നിര്യാണത്തിൽ ആകസ്മികമായി ഉണ്ടായ സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അത് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളെല്ലാം എത്തിയിട്ടുണ്ട്. ആത്മഹത്യാ കുറിപ്പുണ്ട്, ബന്ധുക്കളുടെ മൊഴികളുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേസെടുക്കുന്നതിൽ മനഃപൂർവ്വമായി പോലീസ് വീഴ്ച വരുത്തുകയാണ്. ഈ CPM പാർട്ടി ഓരോ മരണങ്ങളും ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട സാബുചേട്ടന്റെ മൃതശരീരം ആ കല്ലറയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ചായ കുടിച്ചിട്ട് നിങ്ങൾ സന്തോഷമായി പിരിയാൻ എന്ന് പറഞ്ഞത് പിന്നെ ഓരോ മരണങ്ങളും ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് ഏറ്റവും നേതൃത്വം കൊടുക്കുന്നത് ശ്രീ MM മണിയാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ശ്രീ CV വർഗീസാണ്. ഇവിടെ ശ്രീ VR സജി, ഇവിടെ ഒരു ലാലു എന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, കട്ടപ്പനയിൽ ചുവട്ടുകാരൻ. ആ ലാലു എന്ന ചെറുപ്പക്കാരനെ അവരുടെ CAT യൂണിയനിൽ കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അടിച്ച് അദ്ദേഹത്തിന്റെ കാലും കൈയും ഒടിച്ച് മൃതപ്രായനാക്കി അദ്ദേഹത്തിന്റെ ഭവനം നാമാവേശകമാകുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച ഒരു നേതാവാണ് ശ്രീ VR സജി. അദ്ദേഹത്തിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ പാർട്ടിക്കെതിരെ ഇല്ലെങ്കിൽ ആ വിഷയത്തിനെതിരെ ഒരു വിഷയം പ്രതികരിച്ചാൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPM-ന്റെ പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സമൂഹത്തിൽ ഒന്നടങ്കം ആകെ മാറി നശിച്ച് ചീഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയായി CPM അകപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ പാർട്ടി വിശ്വസിച്ചുകൊണ്ട് ജനസമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളെല്ലാം ആകെ പെരുവഴിയിലായിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി അഹങ്കാരവും ധാർഷ്ട്യവും മുഖമുദ്രയാക്കിക്കൊണ്ട് എങ്ങനെ പണം സമ്പാദിക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിസഹാക്കളും ഓരോ ആളുകളെയും ഭീഷണിപ്പെടുത്തിയാണ് പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനോട് പറഞ്ഞത്, ഒരു മരിച്ചടക്കിന് പോയപ്പോൾ, കട്ടപ്പന മരിച്ചടക്കിന് പോയപ്പോൾ ആ മരിച്ചടക്കുന്ന സമയത്ത് പോലും അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തരാനുള്ള പൈസ എടുത്തരും. ആരും ഏൽപ്പിച്ച പൈസയൊന്നുമല്ല അവരിൽ നിന്ന് പിന്നെ പിരിവ് മേടിക്കുന്നത്. അത്തരത്തിലും മോശമായ ഒരു സമീപനമായിട്ടാണ് CPM മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സാബുചേട്ടനോട് ഇതുവരെയും CPM നേതൃത്വമോ ബന്ധപ്പെട്ട ഗവൺമെന്റ് സംവിധാനമോ അദ്ദേഹത്തെ ആ ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു മരണം ഉണ്ടായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു സമാശ്വാസ നടപടി ഉണ്ടാവണം. അവരുടെ നഷ്ടപ്പെട്ടിരിക്കുന്ന പണം, നിക്ഷേപിച്ച തുക പണം തിരികെ കൊടുക്കണം. ആ കുടുംബത്തിന് ആശ്വാസം ഗവൺമെന്റ് കൊടുക്കണം. ഇതുവരെ ഒരു സംവിധാനം ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല.